വയനാട്ടിലെ ദുരന്തഭൂമിയിൽ സമയോചിതമായി ഇടപെട്ട് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ച കെ.എസ്.ഇ.ബി. അധികൃതർക്കും ജീവനക്കാർക്കും നാടിന്റെ കൂപ്പുകൈ. കെ.എസ്.ഇ.ബിയുടെ മാതൃകാ പ്രവർത്തനത്തെ ശ്ലാഘിച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്തുവന്നത്. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരന്തഭൂമിയായി മാറിയ മേപ്പാടി ഇലക്ട്രിക്കൽ സെക്ഷന്റെ പരിധിയിൽ വരുന്ന മേഖലയിൽ 3 കിലോമീറ്ററിലേറെ ഹൈടെൻഷൻ ലൈനുകളും 8 കിലോമീറ്ററിലേറെ ലോ ടെൻഷൻ ലൈനുകളും പൂർണ്ണമായി തകർന്നിരുന്നു. ഉരുൾപൊട്ടലിൽ 2 ട്രാൻസ്ഫോർമറുകൾ ഒഴുകി കാണാതാവുകയും 6 ട്രാൻസ്ഫോർമറുകൾ തകർന്ന് നിലംപൊത്തുകയും ചെയ്തു. ഈ പ്രദേശത്തെ 1000-ഓളം ഉപഭോക്താക്കൾക്കുള്ള വൈദ്യുതി വിതരണ സംവിധാനം പൂർണ്ണമായും തകർന്ന അവസ്ഥയിലായിരുന്നു. കുറഞ്ഞത് 3 കോടി രൂപയുടെ നാശനഷ്ടങ്ങൾ ഈ മേഖലയിൽ മാത്രം ഉണ്ടായിട്ടുള്ളതായാണ് കെ.എസ്.ഇ.ബിയുടെ പ്രാഥമിക വിലയിരുത്തൽ. ഉരുൾപൊട്ടൽ നടന്ന പ്രദേശത്ത് പ്രധാനപ്പെട്ട ഒരു പാലവും റോഡുകളും ഒലിച്ചുപോയതിനാലും രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നതിനാലും അവിടേക്ക് കടന്ന് നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനോ വൈദ്യുതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനോ സാധിച്ചിട്ടില്ല. എന്നാൽ ദുരന്തഭൂമിയുടെ സമീപം വരെയുള്ള മേഖലയിലെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിട്ടുണ്ടെന്ന് കെ.എസ്.ഇ.ബി സാമൂഹ്യ മാധ്യമത്തിൽ ഔദ്യോഗികമായി അറിയിച്ചു. ദുരന്തം നടന്നതിന് മറുഭാഗത്തുള്ള 2000-ഓളം വരുന്ന ഉപഭോക്താക്കൾക്ക് വൈദ്യുതി എത്തിക്കണമെങ്കിൽ തകർന്ന ലൈനുകൾ പുനഃസ്ഥാപിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. രക്ഷാപ്രവർത്തനം പൂർത്തീകരിച്ചാൽ മാത്രമേ ഈ പ്രവർത്തനം ആരംഭിക്കാനാകൂ. വൈദ്യുതി പുനഃസ്ഥാപനത്തിനാവശ്യമായ ABC കേബിളുകളും ട്രാൻസ്ഫോർമറുകളും അനുബന്ധ സാമഗ്രികളും ലഭ്യമാക്കിയിട്ടുണ്ട്. ആവശ്യം വേണ്ട തൊഴിലാളികളെയും ജീവനക്കാരെയും നിയോഗിച്ചിട്ടുണ്ടെന്നും കെ.എസ്.ഇ.ബി വ്യക്തമാക്കി. മുണ്ടക്കൈ ചൂരൽമല പ്രദേശം മേപ്പാടി സെക്ഷനിൽ നിന്നും ഏകദേശം 16 കിലോമീറ്റർ അകലെയാണ്. കനത്ത മഴയിൽ കഴിഞ്ഞ ദിവസം മുതൽക്ക് തന്നെ ഈ ഭാഗത്തേക്കുള്ള വൈദ്യുതി ബന്ധം തകരാറിലായിരുന്നു. ഉരുൾപൊട്ടലുണ്ടായ പുലർച്ചെ 2 മണി മുതൽ സെക്ഷനിലെ ജീവനക്കാർ ഫീൽഡിലുണ്ടായിരുന്നു. ഏകദേശം പുലർച്ചയോടുകൂടി ഉരുൾപൊട്ടൽ കേന്ദ്രത്തിൽ നിന്നും 4 കിലോമീറ്റർ വരെയുള്ള പ്രദേശത്ത് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ കെ.എസ്.ഇ.ബിക്ക് കഴിഞ്ഞു. തുടർന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി ചൂരൽമല ടെലിഫോൺ എക്സ്ചേഞ്ച് വരെ വൈദ്യുതി എത്തിച്ചു. 2 മണിയോടെ ഉരുൾപൊട്ടലിൽ പാലം ഒലിച്ചുപോയ ചൂരൽമല ടൗൺ വരെ 11 kV ലൈൻ പുനഃസ്ഥാപിച്ച് വൈദ്യുതി എത്തിച്ചതായും കെ.എസ്.ഇ.ബി അറിയിച്ചു. നിലവിൽ മേപ്പാടി ടൗണിലും പ്രധാന ആശുപത്രികളായ വിംസ് മെഡിക്കൽ കോളേജ്, മേപ്പാടി ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലും വൈദ്യുതി വിതരണം ഉറപ്പുവരുത്തി. ഈ പ്രദേശത്തും ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമല പ്രദേശത്തും സബ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ 2 ടീമുകളെ വാഹന സഹിതം 24 മണിക്കൂറും തയ്യാറാക്കി നിർത്തിയിട്ടുണ്ടെന്നും കെ.എസ്.ഇ.ബി വ്യക്തമാക്കി. കൽപ്പറ്റ ടൗണിലും പ്രധാനപ്പെട്ട ആശുപത്രികൾ എന്നിവിടങ്ങളിലും ബാക്ക് ഫീഡിംഗിലൂടെ വൈദ്യുതി എത്തിക്കാനും കെ.എസ്.ഇ.ബിക്ക് കഴിഞ്ഞു. MG-ITI കീഴൂർക്കുന്ന് ഇരിട്ടി. അതിവേഗം ജോലി നേടാൻ അന്താരാഷ്ട്ര അംഗീകാരമുള്ള കോഴ്സുകൾ. മെക്കാനിക്, മോട്ടോർ വെഹിക്കിൾ, ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന NCVT, NSQF കോഴ്സുകൾ. സർക്കാർ സർവീസിലും സ്വകാര്യ മേഖലയിലും ജർമ്മനി, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലും അനേകം അവസരങ്ങൾ. അഡ്മിഷൻ ഓപ്പൺ. MG-ITI കീഴൂർക്കുന്ന് ഇരിട്ടി. NCVT 8-star റേറ്റിംഗ് നേടിയ ITI. കോൺടാക്ട് 9747104345.